തരിശായ പുൽപ്പരപ്പുകളും ചതുപ്പുകളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ് സാധാരണയായിട്ട് സിംഹങ്ങൾ അധിവസിക്കുന്ന ഭൂമി. എന്നാൽ ഏത് തരം കാട്ടിലും കടുവകൾ അതിജീവിക്കും. ഇപ്പോൾ ഏഷ്യയിലുള്ള ബംഗാൾ കടുവകളാണെങ്കിലും അവയൊക്കെ ഏത് തരത്തിലുള്ള സാഹചര്യത്തിലും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ജീവികളാണ്. സുന്ദർബനിലെ കണ്ടൽക്കാടുകളിൽ പോലും കടുവകൾ അതിജീവിക്കുന്നുണ്ട്. ഉപ്പുവെള്ളം മാത്രമുള്ള ആ പ്രദേശങ്ങളിൽ പോലും കടുവകളുണ്ട്. അവ കണ്ടാമൃഗങ്ങളെ പോലും കൊന്നു തിന്നും. ആനയെ വരെ ആക്രമിക്കും. ആനക്കുട്ടികളെ തിന്നും. ചിലപ്പോൾ സ്വന്തം വർഗ്ഗക്കാരെ തന്നെ പിടിച്ചു തിന്നുകയും ചെയ്യും. ഏത് തരം കാടായാലും അവിടെയൊക്കെയുള്ള ഒരു ജീവിയെയും ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയും എന്നതിനാൽ തന്നെ കടുവകളാണ് യഥാർത്ഥത്തിൽ കാടിന്റെ രാജാവ്. ഇനി കടുവയെ പിടിക്കുന്ന കിടുവ വരണം, കടുവ ഒന്ന് അടങ്ങണമെങ്കിൽ. അങ്ങനെ ഒരു ജീവി നിലവിലില്ല. അതിൽ കരയിലും മരത്തിലും വെള്ളത്തിലും ഒക്കെ ശക്തനാണ് കടുവ. മാർജാരകുലത്തിൽ കരുത്തിലും കഴിവിലും ശക്തിയിലും ഒക്കെ മേൽക്കൈ ഇവർക്കാണ്. നമ്മുടെ കാട്ടിനുള്ളിലെ ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും മുകളിലുള്ള അപ്പെക്സ് പ്രഡേറ്റർ ഇവരാണ്. കാട്ടുപോത്തും കാട്ടുപന്നിയും മാനും ഒക്കെ ഇവരുടെ ഭക്ഷണമാണ്. മുതലയും കുരങ്ങും മുയലും മയിലും മീനും കരടിയും ഒന്നിനെയും ഒഴിവാക്കില്ല ഇവർ. കാട്ടിൽ നിന്ന് വിളിക്കുന്ന കാട്ടുപോത്തിനെ പോലെയുള്ള വലിയ ശക്തിയുള്ള ജീവിയെ തൊട്ടടുത്ത് നിന്നും പുറകിൽ നിന്നും ചാടി വീണ് അവയുടെ തൊണ്ടക്കുരൽ കഴുത്തിൽ പിടിച്ച് മുറിച്ച് കൊല്ലാൻ വിദഗ്ധരാണിവർ. ഒറ്റയിരിപ്പിൽ 18 മുതൽ 30 കിലോഗ്രാം വരെ മാംസം ഇവർ ഭക്ഷണമാക്കും. പിന്നെ 2-3 ദിവസത്തേക്ക് ഭക്ഷണമൊന്നും വേണ്ട. രാത്രിയിൽ ഇര തേടി 10-15 കിലോമീറ്റർ വരെയൊക്കെ ഇവർ സഞ്ചരിക്കും. കൊന്നെടുത്ത് തന്നെ ഇരയെ തിന്നുന്ന ശീലം ഇവർക്ക് കുറവാണ്. വലിച്ച് അല്പം ദൂരെ മാറ്റിവെക്കും. വെള്ളം കുടിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇലകൾ കൊണ്ടൊക്കെ അതിൻ്റെ ഇരയെ പൊത്തിവെച്ചിട്ട് പോകുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ട്. നാവുകളിലെ പാപ്പിലോകൾ അരം പോലെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലുകളിലുള്ള മാംസം പോലും രാഗി നക്കിയെടുക്കാൻ വേണ്ടി ഇവർക്ക് പറ്റും.